ഹായ് ഗുഡ് മോർണിംഗ്. ഇത് ജൂൺ 2 മൺഡേ ആണ്. ഇന്ന് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ്. അച്ചിങ്ങയെന്നാണ് കേട്ടോ ഞങ്ങൾ എറണാകുളത്തുകാർ പറയുന്നത്. കുട്ടികൾക്ക് ഇന്ന് ഊണ് കൊണ്ടുപോകണ്ടെന്ന് വെച്ചാൽ അവർ ഉച്ചയ്ക്ക് വരുമല്ലോ, ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് ചെറിയ ഉള്ളി ഒന്ന് അങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ ആ വേവിച്ച് വെച്ച മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പയർ അങ്ങോട്ട് തട്ടും. ചെറിയ ഉള്ളിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടു കേട്ടോ. ചില ആൾക്കാർ ചില്ലി ഫ്ലേക്സ് ഇടും, ചില ആൾക്കാർ പച്ചമുളക് ഇടും, ചില ആൾക്കാർ മുളക് പൊടി ഇടും. ഞാനിതിൽ ഏതെങ്കിലും ഒന്ന് ഇടും. എന്താണ് എനിക്കപ്പോൾ പെട്ടെന്ന് കിട്ടുന്നത് അതങ്ങോട്ട് ഇടും, അത്രേ ഉള്ളൂ. പിന്നെ അത് നന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടി റെഡിയാവും. ഇത് കുറച്ച് നേരം അങ്ങനെ വെള്ളമൊക്കെ വറ്റി മൊരിയണം കേട്ടോ, അപ്പോഴാവുള്ളേ മെഴുക്ക് പുരട്ടി. അപ്പം ഞാൻ അത് അവിടെ അങ്ങനെ ഇട്ടിട്ട് മറ്റുള്ള പണിക്ക് പോകും. ഇത് ഇന്നലത്തെ ഒരു വീഡിയോ ആണ്. ഇന്നലെ ജൂൺ 1 സൺഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണമായിരുന്നു. അതിന് ശേഷം ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ നോർത്തിൽ, എറണാകുളം നോർത്തിൽ. അവിടെ നിന്നാണ് കഴിച്ചത്. അവിടെ മീൽസ് ഞങ്ങൾ 4 പേരാണ്. അപ്പം 4 മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള സീ ഫുഡ് ഓർഡർ ചെയ്യാം. ഇതൊരു ഫിഷ് കറിയാണ്. ഇത് ഏത് ഫിഷാണെന്ന് വെച്ചാൽ കാളാഞ്ചിയാന്ന് തോന്നുന്നു. ഇത് പോംഫ്രറ്റ് ആണ് കേട്ടോ, പോംഫ്രറ്റ് തവ ഫ്രൈ. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ പെരിയാറിൽ പോകാറുണ്ട് വരാപ്പോൾ. അവിടത്തെയും ഫുഡ് ഭയങ്കര നല്ലത്. ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളിൽ ഏറ്റവും ഇഷ്ടം. അതിനുശേഷം ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ പോയി. കച്ചേരിപ്പടി വെസ്റ്റ് സൈഡാണിത്. കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. നല്ല കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ വെസ്റ്റ് സൈഡാണിത്. എറണാകുളത്ത് എനിക്ക് തോന്നുന്നു 3ാമത്തെ വലിയ വെസ്റ്റ് സൈഡ് എന്തോ ആണ് എന്ന് തോന്നുന്നു. ശരിയാണെന്നറിയില്ല, അങ്ങനെ പറയണ കേട്ടു അവിടെ. അവിടുത്തെ കുട്ടികൾ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികൾ. ഫുഡ് വെയറിൻ്റെ സെക്ഷനൊക്കെ ആക്ച്വലി ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. മെൻസ് വെയറിൻ്റെ സെക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു കേട്ടോ, എല്ലാം നന്നായിരുന്നു. ഞങ്ങൾ കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഫുഡ് വെയർ മാത്രമുള്ള കടയിലും കയറിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഓസം മൂവി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി മിഷൻ ഇമ്പോസിബിൾ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയത്. എക്സലൻറ്റ് മൂവി ആയിരുന്നു. കുട്ടികൾ ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പം നാളെ സ്കൂൾ തുറക്കണതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി കണ്ട ഫിലിമാണ്. ഇനിയിപ്പോൾ സ്കൂളായി, പഠിത്തമായി, അതിൻ്റെ തിരക്കുകളിലേക്ക് കുട്ടികൾ പോവും. അപ്പോൾ ഇന്നും കൂടി അങ്ങോട്ട് മൂവി കാണാൻ, ഇന്നും കൂടി അങ്ങോട്ട് ഔട്ടിങ്ങിന് പോയിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ക്ലിപ്സ് കാണിച്ചിരുന്നു. നമ്മുടെ ആമിർ ഖാൻ്റെ താരെ സമീൻ പറിൻ്റെ കണ്ടിന്യൂഷൻ ആണോന്നറിയില്ല. നെക്സ്റ്റ് മൂവി ആയിട്ട് വരുന്നുണ്ട്, സിതാരെ സമീൻ പർ എന്ന് പറഞ്ഞിട്ട് മൂവി. അതിൻ്റെ ക്ലിപ്സ് കാണിച്ചു. ആക്ച്വലി അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ.